ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗിനേഴ്സ് ഗൈഡ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ത്യ 76th ഇൻഡിപെൻഡൻസ് ഡേ ആണെന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും 75th ആണോ 76th ആണോ എന്ന്. പക്ഷേ ആക്ച്വലി 76th ഇൻഡിപെൻഡൻസ് ഡേ ആണെന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ ഒരിക്കൽ കൂടി നേരെയാണ്. നമ്മളെല്ലാവരും ഈ തരം ഇൻവെസ്റ്റ്മെൻറ്റ്, ക്രിപ്റ്റോ കറൻസി ആണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും ഫോറക്സ് ആണെങ്കിലും എല്ലാത്തിലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം, അവിടെയും ഒരു ഇൻഡിപെൻഡൻ്റ് ആവണം, നമുക്കൊരു ഫ്രീഡം കിട്ടണം എന്നുള്ളത് കൊണ്ടാണ്. സോ അതുപോലെ തന്നെ എല്ലാവർക്കും സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഇതും കൂടി പറയാനുണ്ട്. നമ്മൾ ഒരു പോൾ നടത്തിയിരുന്നു, ടെലിഗ്രാം ഗ്രൂപ്പ് വേണോ വേണ്ടയോ എന്ന് ചോദിച്ചിട്ട്. നമ്മൾ ആദ്യം ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഏകദേശം 300+ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വർക്ക് ലോഡ് കൂടിയതുകൊണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇപ്പോൾ കുറച്ച് ലോഡ് കൂടിയത് കൊണ്ട് എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റാണ്ടായി. പല പ്രശ്നങ്ങളും, എയർ ഡ്രോപ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നു. ആവശ്യത്തിനും ആവശ്യമില്ലാത്തതും കുറേ കാര്യങ്ങൾ ലിങ്കൊക്കെ വരുമ്പോൾ നമ്മളത് മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ വന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഉത്തരവാദി. സോ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ചാനലല്ല തുടങ്ങി, ഗ്രൂപ്പാണ്, ഡിസ്കഷൻ ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ലെവലിലല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഒന്നും അറിയാതെ ഒരുപാട് ബിഗിനേഴ്സ്, ഒരുപാട് പേര് ഇതിലേക്ക് വരുന്നുണ്ടാവും. സോ അവർക്കെല്ലാം പരസ്പരം സംസാരിച്ച് നല്ലൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഒരുപാട് നല്ല ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അതായിട്ട് ഞാൻ നിർത്തിയതാണ്, ഡിസ്ട്രോയ് ചെയ്തതാണ് ഈ ഗ്രൂപ്പ്. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ചെറിയൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു കമ്മ്യൂണിറ്റി പേജിൽ. ഇപ്പോഴും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പേജിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. പക്ഷേ അതിനകത്ത് ഞാൻ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്തില്ല. ഏകദേശം 30-35 പേരെങ്ങാണ്ട് അതിനകത്തുള്ളൂ. പക്ഷേ ആക്റ്റീവ് അല്ല, അത് ഏകദേശം ഡെഡ്. എപ്പോഴെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ, നല്ലോണം 1-2 പേര് ഡൗട്ട് ചോദിക്കുന്നല്ലാണ്ട് കൂടുതലൊന്നും ഇല്ല. അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും അത് ആക്റ്റീവ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് എത്രത്തോളം ആക്റ്റീവ് ആകാൻ പറ്റുന്നറിയില്ല. പക്ഷേ നമ്മൾ കമ്മ്യൂണിറ്റി ഇപ്പം ഭയങ്കര സ്ട്രോങ് ആണ്. ബിയർ മാർക്കറ്റ് ആയിരുന്നു. അപ്പം കുറേ ഡൗട്ട്സ് വരും, കൺഫ്യൂഷൻസ് വരും. സോ ഇതൊക്കെ എനിക്കും കുറേ കാര്യങ്ങൾ അറിയില്ല. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ 2 വർഷമായിട്ടുള്ളൂ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്. അപ്പം എനിക്കും കുറേ കാര്യങ്ങൾ ഇതിൽ എക്സ്പീരിയൻസ് ആയ ആൾക്കാരെന്ന് മനസ്സിലാക്കാനുണ്ട്. സോ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാണ് ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങിയത് തന്നെ. ഒരുപാട് പേരുണ്ടായിരുന്നു. സോ ഇപ്പം നിങ്ങൾക്ക് വീണ്ടും ആ ഗ്രൂപ്പ് വേണമെന്നായിരുന്നു മെജോറിറ്റി ആൾക്കാരും പറഞ്ഞത്. അപ്പം നമ്മൾ തിരിച്ച് വീണ്ടും ആ ഗ്രൂപ്പ് പബ്ലിക് ആക്കാൻ പോവുകയാണ്. ഈ വീഡിയോൻ്റെ താഴെ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നത്, എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് വരണമെങ്കിൽ, അല്ലെങ്കിൽ മൊത്തത്തിൽ ക്രിപ്റ്റോയിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ, ന്യൂസ് വരികയാണെങ്കിലൊക്കെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ പറഞ്ഞുതരാൻ ശ്രമിക്കാം. എനിക്ക് അറിയുന്നതാണെങ്കിൽ, അറിയാത്തതാണെങ്കിൽ ഞാനത് റിസർച്ച് നടത്തിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഇത് പിന്നെ മാത്രമല്ല, അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ആൾക്കാർ ജോയിൻ ചെയ്യുകയാണെങ്കിലും എല്ലാവരും പരസ്പരം സഹായിക്കണം എന്നുള്ളൊരു ഇത് കൂടി വരണം. കാരണം സഹായിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് പൈസ ഉണ്ടാക്കി തരണം. ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് കുറേ പൈസ ഉണ്ടാക്കി തരാമെന്നുള്ളതല്ല. എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ സംഭവം, ടെക്നോളജി എന്തൊക്കെയാണ്, എക്കോസിസ്റ്റം എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി വളർത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഇതിലേക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം. ഞാനിപ്പോഴും പറയണം, ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കി തരാമെന്നോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ട്രേഡിംഗ് കോൾ തരാം, അങ്ങനെയൊന്നുമല്ല പറയണം. അതൊക്കെ നമുക്ക് ട്രേഡിംഗ് കോളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണമെങ്കിൽ, അതിനകത്ത് ഡൗട്ട് വരികയാണെങ്കിൽ അതിനകത്ത് ഡിസ്കസ് ചെയ്ത് നമുക്ക് സംസാരിക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ അതിന് വേണം അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ആക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇപ്പോൾ ഏകദേശം 1 വർഷത്തിൽ മേലെയായി ഈ ഒരു ചാനൽ റൺ ചെയ്യുന്നു. ഇതുവരെ നിങ്ങൾക്ക് ഗീവ് അവേസ് അങ്ങനത്തെ കാര്യമായിട്ടൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഗീവ് അവേ ഉണ്ട് എന്നല്ല പറയണത്. പക്ഷേ ഒരു നല്ലൊരു കാര്യം, നിങ്ങൾക്ക് ഇൻഫർമേഷൻ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഡിപെൻഡൻസ് ആയിട്ട് അതാണ് ഒരു ചെറിയ ഗീവ് അവേ എന്നല്ല, അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് തരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും നോക്കുന്നത് പല രീതിയിൽ ട്രേഡിങ് നമ്മൾ പ്ലാൻ ചെയ്ത്, നമുക്ക് പല ഇൻഡിക്കേറ്റേഴ്സും കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇട്ട് ട്രേഡ് ചെയ്യും. കുറേ പ്രോഫിറ്റ് ആകും, കുറേ നഷ്ടം വരും. ആർക്കും ഒന്നും സക്സസ് ആകാൻ പറ്റില്ല. കുറേ കോഴ്സ് പഠിക്കണം എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ പല ഇൻഡിക്കേറ്റേഴ്സ് വെച്ചു. ഞാൻ ടെക്നിക്കൽ അനാലിസിസിൽ പറയുകയാണെങ്കിൽ 50% മാത്രമേ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. കുറേ നഷ്ടങ്ങൾ വരും, കുറേ പ്രോഫിറ്റ് വരും. അങ്ങനെ ഈക്വലാണ്, 50-50 ആണ്, 10-10 എന്ന് പറയാം. അങ്ങനത്തെ ഒരു ലെവലാണ്. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിലും അങ്ങനത്തെയൊക്കെ കണ്ടിട്ടാണ് ഇത് പഠിച്ചതും. അപ്പം ഞാനൊരു കോഴ്സ് പഠിക്കണമെന്ന് വിചാരിച്ച ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് ഇപ്പം ആ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇപ്പോൾ കുറേ ആൾക്കാർ, നമുക്ക് വേണമെങ്കിൽ പൈസ കിട്ടി ഞാനങ്ങനെ ചെയ്യാം. പക്ഷേ കോഴ്സ് പഠിച്ചതുകൊണ്ട് നമ്മൾ സക്സസ് ആവുമെന്ന് പറയാനും പറ്റില്ല. അപ്പം ഞാൻ ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പം ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ നീന്തൽ, സ്വിമ്മിങ്ങും ഡ്രൈവിംഗ് ഒക്കെ പറയുന്നത്, നമുക്ക് സംഭവം എങ്ങനെയാണെന്ന് പറഞ്ഞാലും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് സക്സസ് ആകാൻ പറ്റുള്ളൂ. സോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കത് മറക്കാതിരിക്കണമെങ്കിൽ ഞാൻ വേറെ ആളോട് ഷെയർ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ പഠിച്ച ഓരോ ആഴ്ചയിൽ ഒരു എപ്പിസോഡ്, ഒരു സീരീസിൽ, ഈ സീരീസ് പ്രൈസ് ആക്ഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതാണ് സത്യം പറഞ്ഞാൽ വരാമെന്നതിൽ ഓരോ ആഴ്ച ഓരോ എപ്പിസോഡ് വീതം വളരെ ബേസിക്കായിട്ടുള്ള സ്റ്റാർട്ടിങ് ചെയ്തിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ അതിപ്പം പബ്ലിക്കായിരിക്കും, എല്ലാവർക്കും അവൈലബിൾ ആണ്. ഇൻ കേസ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ 1-2 മാസം അല്ലെങ്കിൽ ചിലപ്പം 1 വർഷം കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എനിക്കിപ്പം സക്സസ് ആണ്. ഇഫ് യു ആർ ഗുഡ് അറ്റ് സംതിങ് നെവർ ഡു ഇറ്റ് ഫോർ ഫ്രീ എന്ന് എല്ലാവരും പറയും. സോ അതേ തന്നെ ഞാൻ. പക്ഷേ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻറ്റ് ഇല്ല. പക്ഷേ ഞാൻ പഠിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. കാരണം ഇതാണ് എന്നെ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്കും കൂടി പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 30,000 രൂപ 40,000 രൂപ കൊടുക്കേണ്ടി വരും. സോ അത് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ഞാൻ മാക്സിമം ഫ്രീ ആയിട്ട് എല്ലാ ഇൻഫർമേഷൻസും പറയാം. പക്ഷേ ഈ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എൻ്റെ
സീരീസ് ഉണ്ടാവുന്നവരെ ഫുള്ളായിരിക്കും. അതിനിടയിൽ ഞാൻ പൈസ ഒന്നും ചോദിക്കില്ല, അത് പേടിക്കേണ്ട. സോ പെയ്ഡ് കോഴ്സ് അല്ല, ഫ്രീ ആണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം അത് ഇന്നത്തെ ദിവസം ഞാനത് ലോഞ്ച് ചെയ്യാണ്. ചിലപ്പം ഈ ആഴ്ച തന്നെ ഒരു വീഡിയോ, ഫസ്റ്റ് വീഡിയോ ക്യാൻഡിൽസ് എന്താണെന്നുള്ളതും അതുപോലെ സ്ട്രക്ചേഴ്സ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ്, പാറ്റേൺസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചറപറ പാറ്റേൺസ് ഉണ്ട്, പക്ഷേ അതൊന്നുമില്ല. നമുക്ക് വേണ്ട മെയിനായിട്ട് എൻട്രി എടുക്കാനും എക്സിറ്റ് അടിക്കാനൊക്കെ ഉള്ള പാറ്റേൺസൊക്കെ എന്താണെന്നുള്ളതാണ് ഈ ഒരു സീരീസിലൂടെ ഞാൻ പ്ലാൻ ചെയ്തത്. സോ അത് മാക്സിമം ഞാൻ നിങ്ങളിലേക്ക് ഫ്രീ ആയിട്ട് എത്തിക്കാൻ ശ്രമിക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഫ്രം A to Z എന്ന് പറയില്ല, അതുപോലെ നമുക്ക് ട്രേഡിംഗ് മുതൽ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കാം. ചിലപ്പോൾ ആദ്യം കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കേട്ട് പരിചയമുള്ള സാധനമായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ബോറടിക്കും. പക്ഷേ അങ്ങനെയല്ല, നമ്മളൊരു ബിഗിനർ എന്നുള്ള ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രം ബിഗിനിങ് സ്റ്റേജിൽ സ്റ്റാർട്ടിങ്ങിലാണ്, ഒന്നും അറിയാത്തവരിൽ നിന്ന് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കുറച്ച് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ സ്കിപ്പ് ചെയ്യാം, പക്ഷേ എന്നാലും അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. നമ്മൾ ഒരുപാട് വാരി വലിച്ചൊന്നും പറയുന്നില്ല. സോ അതുകൂടി ആ ഒരു ഇൻഫർമേഷൻ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് 76th ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഗീവ് അവേ പറയാം. കുറേ പൈസ കൊടുക്കുന്നതിന് പകരം ഇൻഫർമേഷൻ കൊടുത്താൽ ലൈഫ് ലോങ് അത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതാണ് ഏറ്റവും വലിയൊരു ഗീവ് അവേ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തത്. സോ ആ ഒരു ഗീവ് അവേ ആണ് ഞാൻ ഇതിലൂടെ ഒന്ന് പ്ലാൻ ചെയ്യുന്നത്. സോ ഇൻ കേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഒരു ഗീവ് അവേ തന്നെയാണെന്ന് പറയാം. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം കുറച്ച് 6500 പേരോളം ഉണ്ട്. 6500 പേര് നമ്മളെ ഫോളോ ചെയ്ത് ഇത്രയും കാലം ബിയർ മാർക്കറ്റായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. പൈസ തരാൻ അതിന് മാത്രം പൈസ ഒന്നും നമുക്കില്ല, പ്രൊമോഷൻസൊന്നും നമുക്കില്ല. സോ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഗീവ് അവേ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം ഇനി നമുക്ക് പ്രൈസ് ആക്ഷൻ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കാണാം. അതല്ലെങ്കിൽ അതിന് മുമ്പ് വേറെ ഏതെങ്കിലും വീഡിയോ വരാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആയിട്ട് കാണാം. അപ്പം എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ജയ് ഹിന്ദ്.